നമ്മൾ അദ്വൈതാനുഭൂതിയിൽ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ആത്മചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് തന്നിലെ താൻ. ഞാനെന്ന് പറയുന്നത് ലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രം. അങ്ങനെയാണ് നാം നമ്മെ കാണുന്നത്. അതല്ല നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന അറിവിലേക്ക് ഉണരുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയാണ് ഈ പ്രഭാഷണം നടക്കുന്നത്. ആ ബോധത്തിലേക്കാണ് നമ്മൾ ഉണരേണ്ടത്. എത്രയോ പ്രാവശ്യം മനുഷ്യ ശരീരത്തിൽ നമ്മൾ ജീവിച്ചു. നമുക്ക് അതിലേക്ക് ഉണരാൻ സാധിച്ചിട്ടില്ല, അതിൽ സ്ഥിതി നേടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ശരീരങ്ങൾ വിട്ട് മറ്റു പല ശരീരങ്ങളിൽ കൂടി കടന്ന് വീണ്ടും മനുഷ്യ ശരീരത്തിലെത്തി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അസുലഭ സന്ദർഭത്തിൽ, എന്തുകൊണ്ടാണ് അസുലഭ സന്ദർഭം? മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ കഴിയുന്നു. ഏത് ശരീരത്തിലും ജീവിക്കേണ്ടി വരുമായിരുന്നു. ജീവിച്ചിട്ടുണ്ട്. പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടന്നാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ ഇപ്പോൾ നാം വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അറിവിലേക്ക് ഉണരാൻ സാധിക്കൂ. അത് ഉണരണമെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാനുള്ള അവസരം കിട്ടണം. അതുപോലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ശ്രവണായപി ബഹുബിർയോ ന ലഭ്യ. കേൾക്കാൻ പോലും കിട്ടുകയില്ല. ഇപ്പോൾ നമുക്ക് നിരന്തരമായിട്ട് കേൾക്കാൻ കഴിയുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു. എത്ര പേർ അതിലേക്ക് ഉണർന്നിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരും വിചാരം ചെയ്തുകൊണ്ടിരിക്കണം. ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നേടേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രം. ബാക്കി നിങ്ങൾ എന്തെല്ലാം നേടിയാലും അതൊന്നും നേടലേ അല്ല, നേട്ടമേ അല്ല. നേട്ടമായിട്ടുള്ളത് ഇതുമാത്രം. ഞാനെന്ന് പറയുന്നത് ഈ ശരീരാഭിമാനിയായിരിക്കുന്ന ഞാനല്ല. ഈ ശരീരത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരാഭിമാനിയെയും നിലനിർത്തിക്കൊണ്ട് ഏതൊരു സാക്ഷി സ്വരൂപമാണോ ഈ ശരീരത്തിൽ ഉണ്മയായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ഉണർവ് നിലയിൽ തന്നെ ഈ ശരീരത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. നിരന്തര വിചാരം നമ്മളിൽ സ്ഥിരപ്പെടുന്ന അവസരത്തിൽ ആ ബോധം നമ്മിൽ സഹജഭാവത്തിൽ പ്രകാശിക്കും. സദാ താനതാണ്. അപ്പോഴാണ് അയാൾ ശിവോഹം ശിവോഹം എന്ന ഭാവത്തിൽ സ്വയം പ്രകാശിക്കുന്നത്. ശിവോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം ശിവ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ശിവസ്വരൂപം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപം, എല്ലാ ശരീരങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആ സർവാന്തര്യാമി സാക്ഷിസ്വരൂപം, ഈശ്വര ചൈതന്യം. എവിടെ ഈശ്വരൻ ഉണ്ടോ? ഉണ്ട്. എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ, ഓരോരുത്തരുടെയും ഉള്ളിൽ. എൻ്റെയും അവൻ്റെയും അവളുടെയും പട്ടിയുടെയും പൂച്ചയുടെയും സർവ്വചരാചരങ്ങളിൽ കൂടിയും കടന്നുപോയി എല്ലാത്തിനെയും ജീവത്തായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം, ദാറ്റ് ഈസ് ഈശ്വര. എന്നാണോ ഒരാൾ താൻ അതാണ് എന്ന് ബോധിച്ച് ഈ നാമരൂപധാരിയായ ഞാനല്ല, ഈ ഗോപാലകൃഷ്ണനോ കുട്ടിക്കൃഷ്ണനോ ഔസേപ്പോ ബഷീറോ വസന്തയോ ഒന്നുമല്ല ഞാൻ, നാമരൂപരഹിതമായിട്ട് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്ന, ഈ ശരീരത്തിലും സർവ്വ ശരീരങ്ങളിൽ കൂടിയും കടന്നുപോയി എല്ലാ ശരീരങ്ങളെയും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, സർവാന്തര്യാമി, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം,
തന്നിലെ താൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, അതിൽ ആരാണോ സ്ഥിതി നേടുന്നത്, അയാൾക്ക് മരണമില്ല. അതിൽ സ്ഥിതി നേടുന്ന ആളിന് മരണമില്ല എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ഈ ശരീരം നശിക്കും. അതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. ഇവിടെ സ്വാമി പറഞ്ഞ ആ മരണമെന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ജീവൻ വീണ്ടും പുനർജനിക്കുന്നു. അതാണ് ജനി മൃതികൾ എന്ന് പറയുന്നത്. ജനനവും മരണവും. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും. എന്നാൽ ഈ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുടെ ശ്രദ്ധയാണോ ഞാനെന്ന് പറയുന്നത്, ഈ ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്ന ഈ ജീവാത്മാവല്ല ഞാൻ, ജീവനല്ല ഞാൻ, ആ ജീവനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ അതിന് സാക്ഷിയായിട്ടിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് താൻ എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ ആരുടെ പ്രജ്ഞയാണോ സദാ ഉണർവോടുകൂടി ഇരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്, അയാൾ മരിച്ചു കഴിയുമ്പോൾ അതുമായിട്ട് യോജിച്ചു നിൽക്കുന്നു. അതെങ്ങനെ യോജിച്ചു നിൽക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളുടെ ശ്രദ്ധ അതുമായി അതിലേക്ക് ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ അതുമായിട്ട് ഏകീഭവിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ തൻ്റെ ശ്രദ്ധയെ ഈ നാമരൂപധാരിയായ ജീവനിൽ നിന്ന് വേർതിരിച്ച് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് മനസ്സിലാക്കി ആ ഭാവവുമായിട്ട് യോജിപ്പിച്ചു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. തലകുത്തി നിൽക്കുന്നതൊന്നുമല്ല യോഗ. അതൊക്കെ ശാരീരികമായിട്ടുള്ള എക്സസൈസുകൾ. ദിസ് ഈസ് യോഗ. ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. അത് ജീവിച്ചിരിക്കുമ്പോൾ ആരാണോ നേടുന്നത്, അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണമില്ലാത്ത നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിച്ചു. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം, അല്ലേ? ഉദ്ധരേതാത്മനാത്മാനം. തന്നെ ഉദ്ധരിപ്പിക്കണം. എങ്ങോട്ട്? ആ മരണമില്ലാത്ത നിലയിലേക്ക്. എപ്പോൾ? ജീവിച്ചിരിക്കുമ്പോൾ. ഞാൻ ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല, ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനിയോ അല്ല, നാമരൂപരഹിതമായിട്ട്, അല്ലേ? ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തി. അമേരിക്കയിലിരിക്കുന്ന ട്രംപിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും ഏകം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി കേവലം. കേവലോ, ആ കേവല സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതുമായിട്ട് ആരുടെ ശ്രദ്ധയാണോ യോജിക്കുന്നത്, യോജിച്ചിരിക്കുന്നത്, ആ യോഗം ആരിലാണോ സംഭവിക്കുന്നത്, അയാൾക്ക് മരണമില്ല. അയാൾക്ക് ഈ ശരീരത്തിൽ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം ആകുമ്പോൾ ഈ ശരീരം അയാളിൽ നിന്ന് ഉണങ്ങിയ മടല് അടർന്നു വീഴുന്നത് പോലെ അടർന്നു വീഴുന്നു. അതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. അതിനു മുൻപ് നാം ഏതുമായിട്ട് ചേരേണ്ടതായിട്ടുണ്ടോ അതുമായിട്ട് നാം നമ്മെ ചേർത്ത് കഴിഞ്ഞു, യോജിപ്പിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. അത് ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കണം. അതാണ് യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. നാമവും രൂപവും കളഞ്ഞിട്ട് ഒഴുകുന്ന നദി ഏതു പ്രകാരമാണോ സമുദ്രത്തിൽ ചേരുന്നത്, ആ ചേർന്ന നദി പിന്നീട് ഒഴുകുകയില്ല, നദിയായിട്ട് ഒഴുകുകയില്ല, പുനർജനിക്കുകയില്ല. അതുപോലെ
ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതൊരാളാണോ ജീവനാകുന്ന ഈ നദിയെ ആ സച്ചിദാനന്ദ സാഗരവുമായിട്ട് യോജിപ്പിക്കുന്നത്, അയാൾ മരണമില്ലാത്ത നിലയെ പ്രാപിക്കുന്നു. ആ സച്ചിദാനന്ദ സ്വരൂപം മരണമില്ലാത്ത വസ്തു, അമരത്വമുള്ളത്, അമരസ്വരൂപം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ജീവിച്ചിരിക്കുമ്പോൾ ബോധിച്ച് അറിഞ്ഞ്, ആ അറിവിന് വേണ്ടിയാണ് നമ്മൾ ഈ തരത്തിലുള്ള സത്സംഗം നടത്തുന്നത്. സത്സംഗത്തിലൂടെ അതാണ് കേൾക്കേണ്ടത്, അതാണ് നിങ്ങൾക്ക് കേൾക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത്, നിരന്തരമായിട്ട് കേൾക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. ഇനി അതിനെ പ്രയോജനപ്പെടുത്തേണ്ടത് അവരവരുടെ കർത്തവ്യമാണ്. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ അജ്ഞാനചക്ഷുർ ന ഈക്ഷതേ ഭാസ്വന്തം ഭാനുമന്ധവത്. ജ്ഞാനനേത്രം തുറന്നിട്ടുള്ള ആൾ ഈ അറിവ് കേട്ട് 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 ജ്ഞാനനേത്രം, ജ്ഞാനമാകുന്ന നേത്രം, അറിവാകുന്ന നേത്രം ആരിലാണോ തുറക്കപ്പെടുന്നത്, അയാൾ തന്നിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെ കാണാതെ കാണും. യഃ പശ്യതി സ പശ്യതി. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തെ ആരാണോ സദാ കാണുന്നത്, അയാൾ ഇനി ജന്മമില്ലാത്ത നിലയിലേക്ക് ഉയരുന്നു. 75-ാമത്തെ മന്ത്രമാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ക്ഷീരയോഗാത് യഥാ നീരം ക്ഷീരവത് ദൃശ്യതേ മൃഷ. ക്ഷീരയോഗാത്, പാലുമായിട്ട് ചേരുന്ന വെള്ളം ഏതു പ്രകാരമാണോ പാല് പോലെ കാണപ്പെടുന്നത്. ക്ഷീരയോഗാത് യഥാ നീരം, വെള്ളം. ക്ഷീരവത് ദൃശ്യതേ മൃഷ, വെറുതെ പാലുപോലെ കാണപ്പെടുന്നത്. ആത്മയോഗാത് അനാത്മ അയമാത്മവത് ദൃശ്യതേ തഥാ. ആത്മയോഗാത് അനാത്മ അയം, ഈ ആത്മാവുമായിട്ട് യോജിച്ചിരിക്കുന്ന അനാത്മാക്കളെല്ലാം ആത്മവത് ദൃശ്യതേ തഥാ, ആത്മാവിനെ പോലെ കാണപ്പെടുന്നു. പാലുമായിട്ട് ചേരുന്ന വെള്ളം പാല് പോലെ കാണപ്പെടുന്നത് പോലെ അനാത്മവസ്തുക്കളൊക്കെ ആത്മാവുമായിട്ട് യോജിക്കുമ്പോൾ ആത്മാവിനെ പോലെ കാണപ്പെടുന്നു. ആത്മാവ് ഏതാണ്? ആ സാക്ഷി ചൈതന്യം എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. അതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തും പോകേണ്ട, കാശിയിലോ കൈലാസത്തിലോ ഒന്നും പോയാൽ പിടികൂടാൻ സാധ്യമല്ല. കേൾക്കുക, അറിയുക, ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതല്ലേ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നതില്ലേ ആ സംക്ഷിപ്ത രൂപം എന്താണ്? തത് ത്വമസി, നീ അതാവുന്നു. ഏത്? നിൻ്റെ ഉള്ളിലിരിക്കുന്ന അത്. നിൻ്റെ ഉള്ളിലുണ്ടായിട്ടും നീ അതിനെ അറിയുന്നില്ല. തൻ്റെ ഉള്ളിൽ താനായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നറിഞ്ഞ് ആ അറിവ് നിലയിൽ ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, ആ സദാ ശ്രദ്ധയെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ആ മന്ത്രം പറയാൻ പറഞ്ഞു. ഏതാണ്? സോഹം സോഹം സോഹം. ദാ സോഹം സഹ അഹം, അതാണ് ഞാൻ എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. അതാണ് ഞാൻ, ഈ ശരീരത്തിലിരിക്കുന്ന അത്. തത് ത്വമസി, അതാവുന്നു നീ. അതങ്ങോട്ട് ബോധിച്ചയാളാണ് പറയുന്നത് അഹം ബ്രഹ്മാസ്മി. ബൃഹദാരണ്യകോപനിഷത്തിലെ മന്ത്രം, മഹാവാക്യം. തത് ത്വമസി സാമവേദത്തിലെ, ഛാന്തോഗ്യോപനിഷത്തിലെ മഹാമന്ത്രം, മഹാവാക്യം. തത് ത്വമസി. അത് മനസ്സിലാകുന്നയാൾ, അതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശദമായിട്ട് പറഞ്ഞത് അത് ഏതൊന്നാണോ
ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സൂത്രം, തത് സൂത്രം ധാരയേത് യോഗി, യോഗിയായിരിക്കുന്നവൻ ആ സൂത്രത്തെയാണ് ധാരണം ചെയ്തിരിക്കുന്നത്. പൂണുനൂലിടുന്ന ആളുകളുണ്ടല്ലോ, സൂത്രം. ഈ വസ്തുവിനെക്കുറിച്ച് അറിയുന്നയാൾ തത് സൂത്രം ധാരയേത്, ആ അറിവാകുന്ന സൂത്രത്തെയാണ് ധാരണം ചെയ്യുന്നത്. തത് സൂത്രം ധാരയേത് യോഗി, ആ അറിവാകുന്ന സൂത്രം. നിങ്ങൾക്ക് ആ സൂത്രം ധാരണം ചെയ്യാം. ആണായാലും പെണ്ണായാലും ആരായാലും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും ആ സൂത്രം ധാരണം ചെയ്യാം. എന്താണ്? എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സൂത്രം. ഏത് സൂത്രം? ബ്രഹ്മമാകുന്ന സൂത്രം. അതുകൊണ്ടാണ് വേദവ്യാസൻ എഴുതിയിരിക്കുന്ന ആ മഹാപുസ്തകത്തിൻ്റെ പേര് ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മമാകുന്ന സൂത്രം അതാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നുപോയി പോകുന്ന ഏകമായ ഈശ്വരൻ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. അതിനെ നിങ്ങളിപ്പോൾ കേൾക്കുന്നു, അറിയുന്നു. അതാണ് താനെന്ന് ബോധിക്കണം. ബോധിച്ചു കഴിഞ്ഞാൽ ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തണം. യെസ്, ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം ശിവം, സദാശിവമായിരിക്കണം. സദാശിവം, സദാശിവം, സദാശിവം എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ അറിയേണ്ടത്? ആ ശിവസ്വരൂപമാണ് ഞാൻ. എപ്പോൾ? എപ്പോഴും. സദാശിവം, സദാശിവം. ജീവയേവ ശിവഃ ശിവയേവ ജീവഃ സ്കന്ദോപനിഷത്ത് പറയും. ത്യജേത് അജ്ഞാന നിർമാല്യം. ഞാൻ ഈ നാമരൂപധാരിയാണെന്നുള്ള ആ ഭാവം ആരിലാണോ നിലനിൽക്കുന്നത് അതാണ് നമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അജ്ഞാനം. ത്യജേത് അജ്ഞാന നിർമാല്യം. രാവിലെ അമ്പലത്തിലൊക്കെ നിർമാല്യം പൂജയ്ക്ക് നിങ്ങൾ പോകുന്നത് കണ്ടിട്ടില്ലേ? എന്താ നിർമാല്യ സമയത്ത് തലേ ദിവസത്തെ വിഗ്രഹത്തിൽ ഒരുക്കിയിരിക്കുന്ന മാല്യാദികളെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് കുളിപ്പിച്ച് ശുദ്ധമാക്കുന്നു ബിംബത്തെ, നിർമാല്യ ദർശനത്തിന് വേണ്ടി. നിർമാല്യം, മാല്യങ്ങളില്ലാത്ത തലേ ദിവസം വെച്ചിരുന്ന മാല്യങ്ങളെല്ലാം ഇളക്കി കളഞ്ഞിട്ട് വിഗ്രഹം മാത്രം നിർത്തുന്ന ആ സമയം പിന്നെയാണ് പുതിയ മാല്യങ്ങളൊക്കെ ചേർത്തുന്നത്. അതുപോലെ ജീവയേവ ശിവ, ഈ ജീവൻ എന്ന് പറയുന്നത് ശിവൻ തന്നെ. ശിവം, മംഗളസ്വരൂപം. എല്ലാവരും എല്ലാവരും സർവചരാചരങ്ങളും. കാരണം പട്ടിയുടെ ഉള്ളിലും ഇതേ ചൈതന്യം തന്നെയാണ് ഇരിക്കുന്നത്, കടന്നു പോകുന്നത്, അതിനെ ജീവത്തായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴുതയുടെ ഉള്ളിലും ഇതേ ചൈതന്യം. പക്ഷേ കഴുതയ്ക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല, പട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. തിരിച്ചറിയണമെങ്കിൽ പട്ടി ഇനി എത്ര ജന്മങ്ങൾ, ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടന്ന് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ശരീരങ്ങളിൽ കൂടി കടന്ന് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ മുഴുവനും ഓരോ ശരീരങ്ങളിൽ കൂടിയും അനുഭവിച്ച് വീണ്ടും ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ ജന്മത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുമ്പോൾ അവിടെയും സൽക്കർമ്മ ഫലമായിട്ട് ഈ തരത്തിലുള്ള അറിവ് കേൾക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. എത്രയോ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എത്ര പേർക്കിത് കേൾക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്കിത് കേൾക്കാൻ കഴിയുന്നുണ്ട്? എന്താ കേൾക്കേണ്ടത്? നീ എന്ന് പറയുന്നത് ആ ഈശ്വരൻ തന്നെ. എവിടാ? നിൻ്റെ ഉള്ളിൽ. ഈശ്വര സർവഭൂതാനാം
ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഈശ്വരൻ. എല്ലാവരുടെയും, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും, ഇതൊക്കെ നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള അറിവാണ്. ഇത് വേറെ ഒരു മതത്തിലുമില്ല. വേറെ ഏതെങ്കിലും മതം ഇങ്ങനെ എല്ലാത്തിനെയും ഏകമായിട്ട് ചൂണ്ടിക്കാണിച്ച് നിലനിർത്തുന്നുണ്ടോ? ഏതെങ്കിലും മതമുണ്ടോ? ഇതാണ് ഹിന്ദു മതത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ മഹത്വം. എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ച് ഏകമായിട്ട് നിർത്തുന്നു. ഏകോ ദേവ. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഉള്ള വ്യത്യാസമേ ഇല്ല. എല്ലാവർക്കും ഒരേപോലെ ആ ഈശ്വരീയതയിലേക്ക് ഉയരാനുള്ള അവസരം സമ്പൂർണമായിട്ടും അനുവദിച്ചിരിക്കുന്ന ഒരു മതമാണ് എല്ലാവർക്കും. നോക്കൂ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നയാൾ ഏത് ജാതിയിൽപ്പെട്ടയാളായാലെന്ത്, ഏത് മതത്തിൽപ്പെട്ടയാളായാലെന്ത്, ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്തിരിക്കുന്ന അഹം സാക്ഷി ഇത് വിദ്യാത് വിവിച്യ ഏവം പുനഃ പുനഃ സ ഏവ മുക്തഃ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം. നമ്മൾ വേദത്തിൻ്റെ അവസാന രൂപത്തെയാണ് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദാന്തം, അതാണ് വേദാന്തം. വേദത്തിൻ്റെ അന്ത്യഭാഗം, അറിവിൻ്റെ അവസാനം. ഇതിനപ്പുറത്തിനി അറിവില്ല. എന്താ അറിവ്? ഞാൻ ആ ഈശ്വരൻ തന്നെയാവും. ഈ അറിവിലേക്ക് ഉണർന്ന ഒരാൾ പിന്നെ ഈശ്വരനെ കാണാനായിട്ട് വേറെ എങ്ങോട്ടും പോവുകയില്ല. എന്തുകൊണ്ട്? അയാൾ ഈശ്വരനെ അറിഞ്ഞിരിക്കുന്നു. ആ ഈശ്വരനെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് വിഗ്രഹങ്ങൾ, അമ്പലങ്ങൾ എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമ പരികൽപ്പിത. അജ്ഞാനികൾക്ക് വേണ്ടി, ഈ അറിവ് കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി, ഈ അറിവിലേക്ക് ഉണർന്നിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ആണ് അമ്പലങ്ങളും വിഗ്രഹങ്ങളും എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അതൊന്നും തെറ്റല്ല, അന്ധവിശ്വാസവുമല്ല. ഈ അറിവിലേക്ക് ഉണർന്നിട്ടില്ലാത്ത ആളുകളെ കൂടി ഈ അറിവിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈശ്വരനെന്നും ബ്രഹ്മമെന്നും ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഈശ്വരീയതയിലേക്ക് അവരെ ഉയർത്തുന്നതിന് വേണ്ടിയാണ്, ആ അറിവിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് അമ്പലങ്ങളെല്ലാം സ്ഥാപിച്ച് ഈ പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വര വിശ്വാസികളായിട്ട് മാറ്റുന്നത് അതിനു വേണ്ടിയാണ്. ഈ അറിവ് നിലയിലേക്ക് ഉയർത്തുന്നതിനുള്ള ചവിട്ടുപടിയായിട്ടാണ് അമ്പലങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അത് അന്ധവിശ്വാസ കേന്ദ്രമല്ല. നമ്മൾ അതിൽ നിന്നും ഉയർന്ന് ഇപ്പോൾ ആ ഈശ്വരൻ എവിടെയിരിക്കുന്നു? ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവരവരുടെ സ്വരൂപമായിട്ട് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഏകനായ ഈശ്വരൻ. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും സർവ്വചരാചരങ്ങളുടെയും ഒക്കെ എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഏകനായ ഈശ്വരൻ. അതിന് നാമവുമില്ല, രൂപവുമില്ല. എന്നാൽ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള നാമവും രൂപവും നൽകി അതിനെ ആരാധിക്കുന്നു. അത് അവരവരുടെ ഇഷ്ടം, ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗം. ആ മാർഗത്തിൽ നിന്നുകൊണ്ട് വീണ്ടും അവർ ഈ തരത്തിലുള്ള അറിവ് കേൾക്കാൻ ഇടയാകുന്ന അവസരത്തിൽ അവർ അതും വിടും. ആ നാമരൂപാദി വിഗ്രഹങ്ങളെയും വിട്ടിട്ട് നാമരൂപരഹിതമായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തിലേക്ക് ഉയരും. ഏതോ പൂർവജന്മ സുഹൃതത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇവിടെ ഈ ആത്മവിദ്യാവേദിയിൽ വെച്ച് നിരന്തരമായിട്ട് അതിനെ വിചാരം ചെയ്യാനുള്ള മഹാഭാഗ്യം കിട്ടിയിരിക്കുന്നു. അത് ചെറിയ ഭാഗ്യമൊന്നുമല്ല, മഹാഭാഗ്യം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളാണോ ഞാനെന്ന് പറയുന്നത്, ആ
സാക്ഷി ചൈതന്യം ആ ഈശ്വര ചൈതന്യം ആണെന്ന് ബോധിച്ച് തൻ്റെ ശ്രദ്ധയെ സദാ ആ ഭാവത്തിൽ തന്നെ നിലനിർത്തുന്നത് അവൻ രക്ഷപ്പെടും. അവൻ മാത്രമേ രക്ഷപ്പെടൂ. വേറെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. രക്ഷപ്പെടാനുള്ള ഏക മാർഗം അതാണ്. ഏതിനുള്ള മാർഗം? മോക്ഷമാർഗം. മോക്ഷം. എന്താ മോക്ഷം? ഇനി ജനിക്കാതിരിക്കണം. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. എങ്ങനെയാ മരിക്കാതിരിക്കുന്നത്? ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണോ തൻ്റെ യഥാർത്ഥ സ്വരൂപം ആ മരണമില്ലാത്ത വസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിരന്തര വിചാരത്തിലൂടെ ജീവിച്ചിരിക്കുമ്പോൾ ആരാണോ തൻ്റെ ശ്രദ്ധയെ ഈ ജീവഭാവത്തിൽ നിന്ന് വിടർത്തി ആത്മഭാവത്തിലേക്ക് യോജിപ്പിച്ച് നിരന്തര വിചാരത്തിലൂടെ അതുമായിട്ട് ഏകീഭവിക്കുന്നത് അയാൾക്ക് മരണമില്ല. അയാൾ അതുമായിട്ട് ഏകീഭവിച്ചു, ഒന്നായി തീർന്നു. അതാണ് സാക്ഷാത്കാരം, അതാണ് മോക്ഷം. അയാൾക്ക് മരണമില്ല. മരണമില്ലാത്ത വസ്തുവുമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ തൻ്റെ ശ്രദ്ധയെ യോജിപ്പിച്ചു. ഈ ശരീരത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ ഈ ശരീരം ഉണങ്ങിയ മടല് അടർന്നു വീഴുന്നത് പോലെ അടർന്നു വീഴും. ദാറ്റ് ഈസ് മരണം. നമ്മൾ പറയുന്നു മരണം എന്ന്. ആ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ തന്നിലെ തന്നെ മരണമില്ലാത്ത ആ സച്ചിദാനന്ദ സാഗരവുമായിട്ട് യോജിപ്പിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ തൻ്റെ ശ്രദ്ധയെ തന്നിൽ തന്നെയുള്ള ആ മരണമില്ലാത്ത അമരസ്വരൂപവുമായിട്ട് യോജിപ്പിച്ചു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. അയാൾക്ക് മരണമില്ല. പക്ഷേ ഈ ശരീരം അനുവദിച്ചിരിക്കുന്ന സമയം തീരുമ്പോൾ അത് അടർന്നു വീഴുന്നു. പിന്നെ അയാൾക്ക് പുനർജന്മമില്ല. എന്തുകൊണ്ട് പുനർജന്മമില്ല? അയാൾ മരിച്ചിട്ടില്ല. അയാളുടെ ശരീരമാണ് അടർന്നു പോയത്. ആ ശരീരത്തിനകത്തുണ്ടായിരുന്ന ജീവാത്മാവ് തിരിച്ചറിവിലൂടെ ഞാൻ ആ പരമാത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതുമായിട്ട് യോജിപ്പിച്ചു. ദാറ്റ് ഈസ് കാൾഡ് യോഗ. ഇത് പരമമായ അറിവ്. ഇതിനപ്പുറം ഇനി ഒരറിവും നിങ്ങൾക്ക് കേൾക്കാനില്ല. മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ജനിക്കാതിരിക്കണം. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. എങ്ങനെയാണ് മരിക്കാതിരിക്കുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ മരിക്കാതിരിക്കുന്ന വസ്തുവുമായിട്ട് യോജിപ്പിച്ച് അതായിത്തീരണം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ നടക്കേണ്ട പ്രക്രിയയാണത്, മരിക്കുന്നതിന് മുൻപ്. അങ്ങനെ ഏതൊരാളാണോ ഈ ശരീരത്തിൽ വച്ച് തന്നെ ആ സ്ഥിതിയിൽ എത്തിക്കുന്നത്, നിലനിർത്തുന്നത്, അതാണ് സ്ഥിരപ്രജ്ഞ. സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറയുന്നില്ലേ? തൻ്റെ പ്രജ്ഞ അതിൽ ആരാണോ സദാ സ്ഥിതി ചെയ്യിക്കുന്നത് അവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. സ്ഥിരപ്രജ്ഞൻ ആരുടെ ശ്രദ്ധയാണോ, ആരുടെ പ്രജ്ഞയാണോ അതിൽ നിരന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് അവൻ സ്ഥിരപ്രജ്ഞൻ. ഇത് വെറുതെ കേട്ട് അങ്ങ് കളഞ്ഞിട്ട് പോകരുത്. You have to keep it in your mind and brood over it. നിരന്തരമായിട്ട് വിചാരം ചെയ്യണം. യെസ്, ഞാൻ അതാണ്, ആ ശിവസ്വരൂപമാണ് ഞാൻ. എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊള്ളൂ. ഒന്നിൽ നിന്നും ഒഴിയണ്ട. എല്ലാത്തിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളം മന്ത്രിച്ചു കൊണ്ടിരിക്കണം. ശിവോഹം ശിവോഹം ശിവോഹം. ശിവം, ആ സാക്ഷി ചൈതന്യം, ശിവം, ആ മംഗളസ്വരൂപം,
നിങ്ങൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ യു ഹാവ് ടു കണ്ടിന്യൂ ദിസ് മന്ത്ര. ശിവോഹം ശിവോഹം ശിവോഹം. ശിവം എന്ന് പറഞ്ഞാൽ ആ പാമ്പൊക്കെ ഇട്ടിരിക്കുന്ന പാർട്ടിയെ അല്ല ഉദ്ദേശിക്കുന്നത്. ശിവം മംഗളസ്വരൂപം. ഏതൊന്ന് ഈ ശരീരത്തിലില്ലെങ്കിൽ ഈ ശരീരം അമംഗളസ്വരൂപമായി തീരുമോ? ഇല്ലേ? ആ ശിവം പിരിഞ്ഞാൽ ശവം. ഇല്ലേ? ശിവം പിരിഞ്ഞാൽ ശവം. അതിരിക്കുമ്പോൾ ശിവം മംഗളസ്വരൂപം. അതുകൊണ്ടാണ് ശിവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സദാസമയവും ശിവോഹം 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 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഭാവം സദാ പ്രകാശിച്ചു നിൽക്കണം. ഈ നാമരൂപധാരിയായ ഞാനല്ല, എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യം, ആ സർവേശ്വര ചൈതന്യം ആകുന്നു ഞാൻ. അതാണ് എന്നിലെ താൻ. ഞാനെന്ന് പറയുന്നത് നാമരൂപധാരിയായിട്ട് ഈ ശരീരത്തിൽ മാത്രം അഭിമാനിയായിരിക്കുന്ന ശരീരാഭിമാനിയെയാണ് ഞാനെന്ന് പറയുന്നത്. ദറ്റ് ഈസ് ലിമിറ്റഡായി. അതല്ല നിങ്ങൾ. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ പിൻവലിച്ച് ആ സാക്ഷി ചൈതന്യത്തിൽ, ആ ഈശ്വര സ്വരൂപത്തിൽ ഏതൊരാളാണോ സദാ നിലനിർത്തി അതിൽ സ്ഥിതി നേടുന്നത്. സ്ഥിതി നേടണമെങ്കിൽ നിരന്തര വിചാരമുണ്ടായിരിക്കണം. അതാണ് ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ആദ്യം ശ്രവണം. ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നു. കേട്ട് 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 അതിൽ ഒരു രുചി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിരന്തര വിചാരം. അതാണ് മനനം. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം. നിരന്തരം എപ്പോഴും വിചാരം. യെസ്, ഐ ആം ദാറ്റ്, നോട്ട് ദിസ്. ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ ഞാൻ ഈ ശരീരത്തിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം. ആ ചൈതന്യം, ഈ ജീവാത്മാവ് ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടന്നു വന്നിട്ടുണ്ടോ, ഏതെല്ലാം ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ, അതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം വെടിയുന്നതിന് മുൻപ്, ശരീരം എപ്പോൾ വേണമെങ്കിലും വെടിയാം. കണ്ടില്ലേ, തമിഴ്നാട്ടിൽ വിജയ് ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ തമിഴ്നാടൻ അതിൽ പങ്കെടുക്കാൻ വന്ന 10,000 ആൾക്കാരിൽ 40-ഓളം പേര് മരിച്ചു, ആൾക്കൂട്ടത്തിൽപ്പെട്ടു. എന്തുകൊണ്ടാണ് അപ്പം അത് പ്രകൃതിദത്തമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ജീവൻ പോകാനുള്ളതാണ്. ഈ സംഭവങ്ങളെല്ലാം പ്രകൃതിദത്തമായിട്ട്, വിജയിനെ ഒന്നും കുറ്റം പറയാൻ കഴിയില്ല. ഇറ്റ് ഹാപ്പൻസ്. നിങ്ങൾ നടന്നു പോകുന്ന അവസരത്തിൽ ഒരു മരം ഒടിഞ്ഞു തലേ കൂടെ വീഴുന്നു, ആരെ കുറ്റം പറയും? റോഡിൽ കൂടെ നടന്നു പോകുന്നു, ഒരു കാറിൻ്റെ ആക്സിൽ ഒടിയുന്നു, എങ്ങോട്ട് കാർ പോയിക്കൊണ്ടിരിക്കുന്നു, പിന്നെ ഡ്രൈവർക്ക് കാറിൽ നിയന്ത്രണമില്ല. ആ വണ്ടി എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ മുന്നിൽ ആരെല്ലാം ഉണ്ടോ അവരുടെ പുറത്തൂടെ കയറും. ഡ്രൈവർക്ക് നിയന്ത്രിക്കാൻ പിന്നെ കഴിയില്ല. അതുപോലെ അതൊക്കെ വിധിക്കപ്പെട്ടിരിക്കുന്നതാണ് എല്ലാവർക്കും. പട്ടിയായാലും പൂച്ചയായാലും മനുഷ്യനായാലും എല്ലാവർക്കും കർമ്മഫലാനുസാരം വിധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ജനനവും മരണവും എല്ലാം വിധിക്കപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ വിചാരിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ വന്ന് ജനിച്ചിരിക്കുന്നത്? നമ്മുടെ മക്കളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? വന്നു ഭവിച്ചിരിക്കുന്നു. എല്ലാം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കണം. ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് എന്താണ്
ഈ ജീവിതം, എന്താണ് ഈശ്വരൻ, എന്താണ് സത്യം എന്ന് മനസ്സിലാക്കി അത് വളരെ ചുരുക്കം. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് എതത് സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ ഭഗവത്ഗീതയിൽ പറയും. എന്നെ അറിയുന്നവർ, ശ്രീകൃഷ്ണൻ എന്നെ അറിയുക എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ അറിയുക എന്നല്ല അതിനർത്ഥം. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനെന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും പട്ടിയുടെയും പൂച്ചയുടെയും സർവ്വചരാചരങ്ങളുടെയും പക്ഷിമൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, ആ ആത്മചൈതന്യം, അതാണ് ഞാൻ. കൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീതയിൽ, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിതഃ അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച. എല്ലാത്തിൻ്റെയും ആദിയും അന്തവും ഞാൻ തന്നെ. ആ ഞാനെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരിക്കുന്ന ആ ആത്മചൈതന്യം. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, നിങ്ങൾ എന്നെ തിരിച്ചറിയണം, എന്നെ പിടികൂടണമെങ്കിൽ എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ സ്വരൂപത്തെ പിടികൂടുക. ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന അവരവരുടെ സ്വരൂപം തന്നെയാവുന്നു ഞാൻ. ഞാനെന്ന് പറയുന്നത് ആത്മചൈതന്യം. അതിന് ജാതിയില്ല, മതമില്ല. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ. ആ ബ്രഹ്മമാണ് നിങ്ങളുടെയും ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് എന്ന് ബോധിച്ച് ദാ ഇപ്പോൾ തന്നെ തീരുമാനമെടുത്ത് യെസ് ഐ എം ദാറ്റ്, അതാണ് ഞാൻ, എന്നിലെ അത്. ആ അറിവ് നിലയിൽ നിന്ന് ഒരിക്കലും തന്നെ താഴ്ത്തരുത്, താഴാൻ അനുവദിക്കരുത്. ആ അറിവ് നില നിരന്തര വിചാരത്തിലൂടെ ഈട്ടിത്തടിയുടെ കറുപ്പ് അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതു പ്രകാരമാണോ അതിൻ്റെ കാതലിൻ്റെ കറുപ്പ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, ആരുടെ ഉള്ളിലാണോ ആ വിചാരം നിരന്തരമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നത്, അയാൾ അതിൽ സ്ഥിതി നേടും. സ്ഥിതി നേടുകയാണെങ്കിൽ അയാൾക്ക് മരണമില്ല. അത് അമരസ്വഭാവമുള്ളതാണ്. അതുകൊണ്ടാണ് ഏതുമായിട്ടാണോ സ്ഥിതി നേടുന്നത് അത് അമരസ്വരൂപമുള്ളതാണ്. അതുകൊണ്ടാണ് മരണമില്ലാത്തത്. മരണമില്ലാത്തത് കൊണ്ട് അയാൾക്ക് പുനർജന്മവുമില്ല. ദാറ്റ് ഈസ് മോക്ഷ. മന്ത്രം ചൊല്ലിയാലൊന്നും മോക്ഷം കിട്ടുകയില്ല. അമ്പലത്തിൽ പോയാൽ മോക്ഷം കിട്ടുകയില്ല. ഇത് നടപ്പിൽ വരണം. ഏതൊരാളിലാണോ ഈ അറിവ് നില സ്വായത്തമാകുന്നത്, സംഭവിക്കുന്നത്, സഹജഭാവത്തിൽ അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നത്, അയാൾ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉദ്ധരിപ്പിച്ചു. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത്. തന്നെ ഇല്ലാതാക്കി കളയരുത്, താഴ്ത്തിക്കളയരുത്. മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇതിന് കഴിയൂ. ഒരു പട്ടിയുടെ ശരീരത്തിലാണെങ്കിൽ കഴിയില്ല. മറ്റേത് ജീവികളുടെ ശരീരത്തിൽ നമ്മൾ ജീവിക്കേണ്ടി വന്നാലും കഴിയില്ല. ആ തരത്തിലുള്ള ജീവികളുടെ ശരീരത്തിലൊക്കെ ജീവിക്കേണ്ടി വരുമോ? എന്താ സംശയം? എത്രയോ പ്രാവശ്യം നമ്മൾ ജീവിച്ചിട്ടുണ്ട്. പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമിയായിട്ടും കീടമായിട്ടുമൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുള്ള പൂർവ്വ ജന്മ സുഹൃതങ്ങളുടെ അടിസ്ഥാനത്തിൽ ദാ വീണ്ടും മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. മാത്രമോ ഇപ്പോൾ
ആ പരമോന്നതമായ അറിവ് കേൾക്കാൻ പോലും അവസരം കിട്ടിയിരിക്കുന്നു. ഇതിൽ പരം ഭാഗ്യം എന്ത് വേണം? ആ ഈശ്വരൻ മറ്റാരുമല്ല, മറ്റെവിടെയുമല്ല, തൻ്റെ ഉള്ളിൽ തന്നിലെത്താനായിട്ടിരിക്കുന്നു ആ ഈശ്വരൻ. അത് ഞാൻ തന്നെയാകുന്നു. ഞാനെന്ന് പറഞ്ഞാൽ അജ്ഞാനമില്ലാത്ത ഞാൻ, അതാണ് തന്നിലെത്താൻ. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അത് നിങ്ങൾക്കും പറയാം. ആ അറിവ് നിലയിലേക്ക് നിങ്ങളെ ഉയർത്തുകയാണെങ്കിൽ നിങ്ങൾക്കും പറയാം അഹമാത്മാ. അതാണ് അഹം സാക്ഷി. അതാണ് സാക്ഷി ചൈതന്യം. അഹം സാക്ഷി ഇത് വിദ്യാത് വിവിച്യൈവം പുനഃ. നിരന്തരമായിട്ട് വീണ്ടും 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 ആരാണോ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതാ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു, ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജോലികൾ ചെയ്യുമ്പോഴും മറ്റാരും അറിയാതെ. നിങ്ങൾക്ക് ഇനി മരണമില്ലാത്ത നിലയിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് സഹായിക്കാൻ കഴിയില്ല, നിങ്ങളുടെ മക്കളെ കൊണ്ട് സഹായിക്കാൻ കഴിയില്ല, നിങ്ങൾ നേടിയിരിക്കുന്ന ആർജിച്ചിരിക്കുന്ന ധനം കൊണ്ട് നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയില്ല. ഒന്നുകൊണ്ടും നിങ്ങളുടെ ബന്ധുബലം കൊണ്ടോ സാമ്പത്തിക ശേഷി കൊണ്ടോ ജാതി കൊണ്ടോ മതം കൊണ്ടോ നിങ്ങൾക്കത് കിട്ടുന്നതല്ല. ഇത് അറിവിലൂടെ പ്രാപ്യമാകേണ്ടതാണ്. ആ അറിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? അത് നിങ്ങളിൽ വളർത്തിയെടുക്കണം, നിങ്ങളിൽ ബലപ്പെടുത്തണം. ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ, ഒന്നും കാണാതെ പഠിക്കേണ്ടതായിട്ടില്ല, ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. നിരന്തര വിചാരം, ഞാൻ ആ സാക്ഷി ചൈതന്യം. അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം നിങ്ങളിലുണ്ട്. നിങ്ങളിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് നിങ്ങളിലെ ഉണ്മ, നിങ്ങളിലെ ഉള്ള വസ്തു. അതെവിടെ ഇരിക്കുന്നു? ഉള്ളത്തിലിരിക്കുന്നു, ഹൃദയത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറയുന്നത്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അത് നിങ്ങൾ കേൾക്കുന്നു, അറിയുന്നു. ഇനി ആ അറിവ് നിങ്ങൾ ഗ്രഹിക്കുന്നെങ്കിൽ, ബോധിക്കുന്നെങ്കിൽ, ആ ബോധനില മറയാതെ സദാ ജാഗ്രത അവസ്ഥയിൽ നിലനിർത്തണം. അതിനാണ് ശിവോഹം ശിവോഹം ശിവോഹം. ശിവോഹമെന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, ഈ കേൾക്കുന്ന ഭാവം മുഴുവനും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ശിവം, ആ മംഗളസ്വരൂപം. ഞാൻ ദാക്ഷായണിയല്ല, നാരായണിയല്ല, കുട്ടപ്പനല്ല, ദുർഗാനന്ദ സരസ്വതി അല്ല. ദുർഗാനന്ദ സരസ്വതിയാണ് എന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടന്നാൽ മോക്ഷം കിട്ടത്തില്ല. കാഷായ വസ്ത്രമിട്ട് രുദ്രാക്ഷവും ഇട്ട് താടിയും വളർത്തി നടന്നാൽ മോക്ഷം കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. എങ്ങനെയാണ് കിട്ടുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ആരിലാണോ സദാ നിലനിൽക്കുന്നത്, ആരാണോ ഈ ഭാവത്തിൽ സദാ തുടരുന്നത്, അവൻ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും അവന് പുനർജന്മമില്ല. ആ ഉറപ്പ് ആരിലുണ്ടാകുന്നുവോ അവന്, അല്ലെങ്കിൽ അവൾക്ക്. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. സ്ത്രീകൾക്കൊന്നും ദീക്ഷ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ട്. അറിവുള്ളവരുടെ കാര്യത്തിലും അറിവില്ലായ്മയുണ്ട്. അത് ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അറിവുള്ളവരിൽ അറിവില്ലായ്മയും ഉണ്ട്. അതുകൊണ്ട് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ ഈ അറിവിലേക്ക്
ആരുടെ ശ്രദ്ധയാണോ ഉണർന്ന് നിരന്തര വിചാരത്തിലൂടെ അത് ആരിലാണോ ബലപ്പെടുന്നത്, ശിവം ശിവോഹം സദാശിവമായിരിക്കുന്നത്. സ്ത്രീകൾക്ക് സദാശിവമായിട്ടിരിക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? ശിവം മംഗളസ്വരൂപം. ഞാൻ ആ മംഗളസ്വരൂപം ആണ് എന്നുള്ള ഭാവമാണ് സദാശിവം എന്ന് പറയുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് സ്ത്രീകൾക്കും സദാശിവം സദാശിവോഹം. സോഹം മന്ത്രം വേണ്ട, സദാശിവോഹം മന്ത്രമാണ് സ്വാമി എനിക്കിഷ്ടം. ഓക്കെ, വേണ്ടത് ആ ഭാവം. യദ്ഭാവോ തദ്ഭവതു. ഇല്ലാതെ അഭ്യാസങ്ങൾ കൊണ്ടൊന്നും പറ്റില്ല, അഭിനയം കൊണ്ടൊന്നും പറ്റില്ല. തിരിച്ചറിയുക, ആ തിരിച്ചറിവിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുക. അതാണ് വിചാരബിന്ദു ഉപനിഷത്ത് പറയുന്നത്. വരുന്നില്ല, എവിടെയോ തടസ്സം. വിചാരബിന്ദു ഉപനിഷത്ത് പറയുന്നത് അഹം സച്ചിദാനന്ദ സ്വരൂപോഹം ഇതി മന്യമാനഃ ബ്രഹ്മൈവ ഭവസി. ഞാൻ ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന ഭാവന ആരാണോ നിരന്തരം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. ഈശ്വരനും അപ്പുറത്തുള്ളതാണ് ബ്രഹ്മം. ഈശ്വരൻ ആ ബ്രഹ്മം മായയുമായിട്ട് ചേരുമ്പോൾ ഉള്ള ഭാവമാണ് ഈശ്വരത്വം. ആ ബ്രഹ്മം എന്താ? ബ്രഹ്മം എങ്ങും നിറഞ്ഞിരിക്കുന്ന ബൃഹശ്ച ബ്രഹ്മ, ബൃഹത്തായിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ബ്രഹ്മമെന്ന് പറയുന്നത്. ആ ബ്രഹ്മം മായയുമായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ് ഈശ്വരത്വം. അതേ ബ്രഹ്മം അവിദ്യയുമായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ് ജീവത്വം. നമ്മളെല്ലാം അവിദ്യയുമായിട്ട് ചേർന്നിരിക്കുന്നു. ആ അവിദ്യയാണ് ഇപ്പോൾ നമ്മൾ മാറ്റിക്കളയുന്നത്, അല്ലേ? ജാബാല ദർശനോപനിഷത്ത് പറയുന്നത് അജ്ഞാനമലപങ്കം യക്ഷാളയേത് ജ്ഞാനതോയതഃ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആ മന്ത്രം. ജാബാല ദർശനോപനിഷത്ത് അജ്ഞാനമലപങ്കം യക്ഷാളയേത്. ക്ഷാളയേത് കഴുകിക്കളയുന്നത്. ആരാണോ കഴുകിക്കളയുന്നത്? എങ്ങനെ? ജ്ഞാനതോയതഃ, ജ്ഞാനമാകുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ കഴുകലാണ്. കഴുകിക്കളഞ്ഞു. ആ അജ്ഞാന മലഭംഗം മുഴുവനും കഴുകിക്കളഞ്ഞു. അജ്ഞാന മലഭംഗം യക്ഷാളയെ ജ്ഞാന തോയതഃ സ ഏവ സർവദാ ശുദ്ധോ ന അന്യഃ കർമ്മരതോ ഹി സഹ. വേറെ ആരുമല്ല. ജ്ഞാനി എന്ന് പറയുന്നത് ആരാണ്? ഈ അജ്ഞാനത്തെ ആരാണോ ജ്ഞാനമാകുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നത് അവനെയാണ് ശുദ്ധൻ. സ ഏവ ശുദ്ധഃ ന കർമ്മരതോ ഹി സഹ. കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നയാൾ. പലതരത്തിലുള്ള കർമ്മങ്ങൾ, പൂജാതി കർമ്മങ്ങൾ, അങ്ങ് ആ കർമ്മം ഈ കർമ്മം എന്നൊക്കെ പറഞ്ഞ് പ്രാണായാമം തുടങ്ങി എന്തെല്ലാം കർമ്മങ്ങളുണ്ട്. പൂജാതി കർമ്മങ്ങൾ, പ്രാണായാമാദി കർമ്മങ്ങൾ, ആധ്യാത്മികതയിൽ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ല ശുദ്ധൻ. ആരാണ്? ഈ അറിവിലേക്ക് ഉണർന്ന് ആ അറിവ് നിലയിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട് സദാശിവസ്വരൂപമായിട്ട് സദാ തന്നെ നിലനിർത്തുന്നത്, സ്വയം പ്രകാശിക്കുന്നത് ആർക്കുമാകാം. ജാതി മത പരിഗണനകൾ കൂടാതെ ആർക്കും തൻ്റെ ശ്രദ്ധയെ ആ സദാശിവസ്വരൂപമായിട്ട് മാറ്റി നിർത്താൻ കഴിയും. ആ ജ്യോതിസ്വരൂപം, ആ സാക്ഷിസ്വരൂപം. അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃ സ ഏവ മുക്തഃ. അവനാണ് മുക്തൻ. ഇനി ജന്മമില്ലാത്തവൻ.
മോക്ഷം നേടിയവൻ അത് ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ വച്ച് എല്ലാത്തിൻ്റെയും നടുവിലിരുന്നു കൊണ്ട് നേടാവുന്നതാണ്. ഭാര്യയെ കളയണ്ട, ഭർത്താവിനെ കളയണ്ട, ജോലി കളയണ്ട, മക്കളെ ഉപേക്ഷിക്കേണ്ട, വീട് വിട്ടോടണ്ട. ബി വിത്ത് എവ്രിതിങ്, ബി ഇൻ ദ വേൾഡ് ആൻഡ് ബി വിത്ത് ദ വേൾഡ് ആൻഡ് ബി വിത്ത് ഗോഡ്. എങ്ങനെ? അറിവിലൂടെ തിരിച്ചറിയുക. അതിനുള്ള അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഊഴം, നിങ്ങളെ നിങ്ങളിലുള്ള ആ ഈശ്വരത്വവുമായിട്ട് യോജിപ്പിക്കുക. ജീവനാകുന്ന നദിയെ ആ സച്ചിദാനന്ദ സാഗരവുമായിട്ട് യോജിപ്പിക്കുക. ജീവനാകുന്ന നദി നാമരൂപധാരിയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ആ സച്ചിദാനന്ദ സാഗരത്തിൻ്റെ നേർക്ക് തിരിച്ചുവിടണം. അത് അറിവിലൂടെയാണ് തിരിച്ചുവിടാൻ സാധിക്കുന്നത്. സ്കന്ദോപനിഷത്ത് പറഞ്ഞില്ലേ, ജീവയേവ ശിവ, ജീവൻ ശിവൻ തന്നെയാണ്. ജീവൻ എങ്ങനെ ശിവനാകുന്നത്? ഈ അറിവിലേക്ക് ആരാണോ ഉണരുന്നത്, അല്ലേ? ഞാൻ നായരാണ്, ഈഴവനാണ്, നാടാരാണ്, ഇങ്ങനെയൊക്കെ ഭാവിച്ച് ജീവഭാവത്തിലിരിക്കുന്ന ഒരാൾ ഈ കേൾക്കുന്ന അറിവിലൂടെ ഞാൻ ഈ നാമരൂപധാരിയൊന്നുമല്ല, ഞാൻ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ കോമളമോ വസന്തയോ ഒന്നുമല്ല, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന അറിവിലേക്ക് ആരാണോ ഉണർന്ന് ആ അറിവിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുന്നത്. ലൗകികത്തിൽ നിന്നൊന്നും ഒളിച്ചോടരുത്. ബി ഇൻ ദ ഹൗസ്, ബി വിത്ത് ദ വേൾഡ്, ബി വിത്ത് എവ്രിതിങ് and be with all activities and be with that bhava. യദ്ഭാവോ തദ്ഭവതു. നിങ്ങളുടെ ഉള്ളിൽ ഈ ഭാവം സ്ഥായിയായിട്ട് തുടരുമെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം ഉറപ്പ്, യാതൊരു സംശയവുമില്ല. കാശിയിലും പോകണ്ട, കൈലാസത്തിലും ഒന്നും പോകണ്ട. ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിന്നൊന്നും മോക്ഷം കിട്ടുകയില്ല, ഒരു സ്ഥലത്തും കിട്ടില്ല. ഈ അറിവ് ഏതൊരാളാണോ തന്നിൽ പ്രകാശിപ്പിച്ച് നിർത്തുന്നത്, ഈ അറിവ് നിലയിലേക്ക് ആരാണോ തന്നെ ഉദ്ധരിപ്പിക്കുന്നത്, ഉയർത്തുന്നത്, അത് സുഹൃതികൾക്ക് മാത്രമേ സാധിക്കൂ. കാരണം എന്താ? സുഹൃതികൾക്ക് മാത്രമേ കേൾക്കാൻ പോലും അവസരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാം സുഹൃതികളാണ്. സുഹൃതികളെന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങൾ നിരന്തരം ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ ജന്മത്തിലും മുൻ ജന്മങ്ങളിലും, ഈ ജന്മത്തിൽ മാത്രമല്ല, മുൻ ജന്മങ്ങളിലും സൽക്കർമ്മങ്ങൾ നിരന്തരമായിട്ട് ധാരാളം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ അറിവ് കേൾക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. ശ്രവണായ ബഹുബിർ യോ നലഭ്യ. കേൾക്കാൻ പോലും അറിയാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. പഞ്ചദശിയിൽ ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്, പഞ്ചദശി വിദ്യാരണ്യസ്വാമികൾ പറയുന്നു, ജാഗര സ്വപ്ന സുഷുപ്തീനാം ആഗമാപായ ഭാസനം. ജാഗര സ്വപ്ന സുഷുപ്തീനാം ആഗമ അപായ ഭാസനം, ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും ആരിലാണ്, എവിടെയാണോ പ്രകാശിക്കുന്നത്, യഥോ ഭവത്യസാവാത്മ, എവിടെയാണോ ഇത് സംഭവിക്കുന്നത് അതാണ് ആത്മചൈതന്യം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും എവിടെയാണ് ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ആത്മചൈതന്യത്തിൽ, തന്നിലെ ആത്മചൈതന്യത്തിൽ, തന്നിലെ താനിൽ, ആ ഈശ്വര സ്വരൂപത്തിൽ. ജീവഭാവം, ഈശ്വരഭാവം, ബ്രഹ്മഭാവം. നമ്മളിപ്പോൾ ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുകയാണ്.
നേരിട്ട് ബ്രഹ്മഭാവത്തിലേക്കും ഉയരാം, അതിനുള്ള വൈഭവമുണ്ടെങ്കിൽ. അതുകൊണ്ട് പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നു, ജാഗര സ്വപ്ന സുഷുപ്തീനാം ആഗമാപായ ഭാസനം യഥോ ഭവത്തി അസാവാത്മാ സ്വപ്രകാശ ചിദാത്മക. സ്വയം പ്രകാശിക്കുന്ന ആ ചിത് സ്വരൂപം, ചിത് സ്വരൂപമാണ് ചിത്തമായിട്ട് മാറുന്നത്. അജ്ഞാനവുമായിട്ട് ചേരുമ്പോൾ ചിത്തമായിട്ട് മാറുന്നു. അജ്ഞാനമില്ലാതാകുമ്പോൾ ചിത് സ്വരൂപം, ആ സാക്ഷി സ്വരൂപം, ആ ഈശ്വര സ്വരൂപം, അതാണ് എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ അറിയാതിരിക്കുന്നു. അതറിയുക, അറിഞ്ഞാൽ മാത്രം പോരാ, അതായിട്ട് മാറുക, അതായിരിക്കുക. നിരന്തര വിചാരത്തിലൂടെ എപ്പോഴും ശിവോഹം ശിവോഹം ശിവോഹം, ആ മന്ത്രം നിങ്ങളുടെ ഉള്ളിൽ ജപിക്കാതിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൽ ജപം നടന്നുകൊണ്ടിരിക്കണം. മറ്റാരെയും അറിയിക്കരുത്. ഇനി ജന്മമില്ലാത്ത നില, മരണമില്ലാത്ത നില നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേടിയെടുക്കാം. മരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ ആ മരിക്കാതിരിക്കുന്ന മരണമില്ലാത്ത ആ ശുദ്ധ സ്വരൂപം ആത്മചൈതന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സദാസമയവും അതിനെ സ്മരിച്ച് വിചാരം ചെയ്ത് അതായിട്ട് മാറണം. ഇപ്പോൾ ഏതിലാണിരിക്കുന്നത്? മരണ സ്വഭാവമുള്ള ജീവനായിട്ടാണിരിക്കുന്നത്. ജീവൻ, നമ്മളെല്ലാം ജീവഭാവത്തിലാണിരിക്കുന്നത്. ജനിമൃതികൾ, പുനരപി ജനനം പുനരപി മരണം, ഇങ്ങനെ ജനിമൃതികളിലൂടെ സഞ്ചരിക്കുന്ന ജീവഭാവത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. ആ ജീവഭാവത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റി മരണമില്ലാത്ത ആ ശുദ്ധ സ്വരൂപം ആത്മചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും അഹം സാക്ഷി, ആ സാക്ഷി ചൈതന്യമാണ് ഞാൻ എന്ന് നിങ്ങൾ കേൾക്കുന്നു. അതാണ് അഹം സാക്ഷി ഇത് വിദ്യ വിവിച്യ ഏവം പുനഃ വീണ്ടും വീണ്ടും വിചാരം ചെയ്താൽ നിങ്ങൾക്ക് അതായിട്ട് മാറാൻ സാധിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, ജ്ഞാനസ്നാനം അജ്ഞാനമലഭംഗം യക്ഷാളയേത് ജ്ഞാനതോയതഃ സ ഏവ സർവദാ ശുദ്ധോ ന അന്യഃ കർമ്മരതോ ഹി സഹ. ഇതാണ് ജ്ഞാനസ്നാനം, അറിവ് കൊണ്ടുള്ള സ്നാനം. ശുദ്ധ സ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ ആരാണോ തന്നെ സർവദാ നിലനിർത്തുന്നത് അവൻ അതായിത്തീരും. ഗീതയിൽ ശ്രീരാമൻ അർജുനന് ഉപദേശിക്കുന്നുണ്ട്, ദേഹോഹമിത്യയം ബന്ധ, ദേഹമാണ് ഞാൻ എന്നുള്ള ആ ചിന്ത ആരിലാണോ അതാണ് ബന്ധനം. ശ്രീരാമൻ ആഞ്ജനേയന് ഉപദേശിക്കുന്നതാണ് ശ്രീരാമഗീതയിൽ. സദാ ബ്രഹ്മാഹമിത്യയം മോക്ഷ, ഞാൻ ആ ബ്രഹ്മസ്വരൂപമാണ് എന്നുള്ള ഭാവം ആരിലാണോ സദാ തുടരുന്നത് അതാണ് മോക്ഷം. ഈ ജീവൻ, ഈ ശരീരമാണ് ഞാനെന്നുള്ള ഭാവം ആരിൽ തുടർന്നു അതാണ് ദേഹാത്മബുദ്ധി. ആരിലാണോ ഈ ദേഹാത്മബുദ്ധി തുടരുന്നത് അതാണ് ബന്ധനത്തിന് കാരണം. ഞാൻ ഈ ദേഹമല്ല, ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത. ഈ ശരീരത്തിനകത്തിരിക്കുന്ന, ഈ ദേഹത്തിനകത്തിരിക്കുന്ന ദേഹി ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. ആ ദേഹിയാണ് ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക് ഏതൊരാളിനാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുന്നത് അതാണ് മോക്ഷം. തസ്മാദഹം ബുദ്ധിം കുര്യാത് ബ്രഹ്മണി ബുദ്ധിമാൻ. അതുകൊണ്ട് ആഞ്ജനേയനോട് ശ്രീരാമൻ പറയുന്നു, എപ്പോഴും നീ നിൻ്റെ ബുദ്ധിയെ ആ ആത്മചൈതന്യത്തിൽ സദാ നിലനിർത്തുക. ആ ഭാവം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ